LCM അഥവാ ലസാഗു. നമുക്ക് വളരെ സിമ്പിളായി എങ്ങനെ LCM കണ്ടെത്താം എന്നാണ് നോക്കുന്നത്. 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. 12, 8, 24. 12, 8, 24. ഇവയുടെ LCM എന്ന് പറയുന്നത് 24 ആണ്. എന്തുകൊണ്ടാണ് 24 LCM ആയത് എന്ന് നോക്കാം. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 24 ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈ 24നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പൂർണ്ണമായ ആൻസർ കിട്ടുന്നുണ്ട്. കറക്റ്റ് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അതുപോലെ 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട് 2 എന്ന് കിട്ടി. അതായത് മറ്റ് 2 സംഖ്യകളെ ഈ വലിയ സംഖ്യ കൊണ്ട് പൂർണ്ണമായി വിശേഷം ഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഹരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മുടെ എന്തായിട്ട് വരിക? ലസാഗു അഥവാ LCM ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8, 36, 72. ഇതിൽ ഏതാണ് വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം എന്തെടുക്കാം? 72. ഇനി 72 തന്നെയാണോ LCM എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 72ൽ 8 പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കും. എത്രയാണ്? 9 ടൈംസ്. 9 × 8 72 ആണ്. അതുപോലെ ഇനി 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 72 ഡിവൈഡഡ് ബൈ 36 = 2. 2 ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ സാധിച്ചു. ഈ 2 സംഖ്യകളെയും വലിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ LCM അഥവാ ലസാഗു എന്ന് പറയുന്നത് എന്താണ്? 72 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3, 6, 18. 3, 6, 18. ഏതാണ് വലിയ സംഖ്യ വരുന്നത്? 18. അപ്പൊ നമ്മുടെ LCM 18 എന്നാണോ എന്ന് ഉറപ്പ് വരുത്തണം. 18 ഡിവൈഡഡ് ബൈ 3. 18ൽ 3 എത്ര ടൈംസ് ആണ്? 6. 6 × 3 18 ആണ്. 18 ഡിവൈഡഡ് ബൈ 6 3. 3 × 6 18 ആണ്. അപ്പൊ ഈ 2 സംഖ്യകളെയും നമ്മുടെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10, 15, 30. ഏതാണ് വലിയ സംഖ്യ? വലിയ നമ്പർ ആയിട്ട് നമ്മൾ 30 ആണ് സെലക്ട് ചെയ്തു. ഇനി 30 നമ്മുടെ LCM ആണോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 10. 30 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 3 ആണ്. 30 ഡിവൈഡഡ് ബൈ 15. 30 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ കറക്റ്റ് 2 സംഖ്യകളെയും മറ്റ് 2 സംഖ്യകളെയും 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. നെക്സ്റ്റ് 25, 10, 5, 20. 10, 5, 20. ഇപ്പൊ നമുക്ക് 20 ആണ് ഇവിടുത്തെ വലിയ സംഖ്യ വരുന്നത്. 20 ഡിവൈഡഡ് ബൈ 5. 25 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതുപോലെ 20 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. മറ്റ് 2 സംഖ്യകളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ഇനി 2, 3, 8. 2, 3, 8. 2, 3, 8ല് 8 ആണ് നമ്മുടെ വലിയ നമ്പർ. ആ 8 ആണോ LCM എന്ന് നമുക്ക് നോക്കണ്ടേ? 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 8 ഡിവൈഡഡ് ബൈ 3. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? LCM 8 എന്ന് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് 8ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. 1 8, 8, 2 8 എത്രയാണ്? 16. അപ്പൊ 16 സെലക്ട് ചെയ്യാം. ഇനി ആ 16 കൊണ്ട് ഈ 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. 16 ബൈ 2 8. അപ്പൊ പറ്റുന്നുണ്ട്. 16 ബൈ 3 പറ്റുമോ? 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. വീണ്ടും 8ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എടുക്കുക. അപ്പോൾ 1 8 8, 2 8 16, 3 8 24. മൂന്നാമത്തെ 8ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ വരുന്നത് 24. ഈ 24നെ ഈ 3 സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. 24 ബൈ 2 12 ആണ്. 24 ബൈ 3 8 ആണ്. 24 ബൈ 8 3 ആണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്തു. ആ 24നെ ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് കണ്ടെത്തി. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ LCM എന്തായിരിക്കും? 24. ഏത് മൾട്ടിപ്പിൾ എടുത്തിട്ടാണോ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എടുത്തിട്ട് നമുക്ക് തന്നതിലല്ലാത്ത ഒരു സംഖ്യ ആൻസർ ആയിട്ട് വരുന്നത്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ എന്താണ്? നമുക്ക് തന്ന സംഖ്യകളിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്കതൊക്കെ എന്താണ് വരുന്നത്? നമ്മുടെ തന്ന സംഖ്യകളിൽ വലിയ നമ്പർ 12 8 24 24 വന്നു. 8 36 72 72 വന്നു. 3 6 18 18 വന്നു. 10 15 30 30 വന്നു. 10 5 20
20 വന്നു. ഇങ്ങനെ ഇനി 2 സംഖ്യകൾ വെച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നതിലെ കറക്റ്റ് ആൻസർ എടുത്തെഴുതാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താനുള്ള ഒരു രീതിയാണിത്. ഓക്കെ, താങ്ക്സ്.